അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എവിടേക്കാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തന്നെ നിങ്ങളോ? അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷമാണോ നമ്മൾ യൂട്യൂബിൽ ലോങ് കണ്ടന്റ് ഇടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു കൊല്ലമായിട്ട് നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഒന്നും എന്താ പറയാ ഒട്ടും ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടും, നമ്മൾ കണ്ടന്റ് അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിലെ പേരുണ്ടായിരുന്നത് മിസ്റ്റർ അച്ചായൻ എന്നായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഞാൻ ബാംഗ്ലൂർ അച്ചായൻ എന്നത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് ചാനലിലെ പേര് ബാംഗ്ലൂർ അച്ചായൻ എന്നായിരിക്കും കേട്ടോ. ആൻഡ് നമുക്ക് ഒരു ഇൻസ്റ്റാ പേജും ഉണ്ട്, ബാംഗ്ലൂർ അച്ചായൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ബാംഗ്ലൂർ അച്ചായൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് സജഷൻ, നല്ല കണ്ടന്റ് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറയാം. ഞാൻ എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫ്സും അല്ലെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്ത് സാധനം നമ്മുടെ വീഡിയോസിൽ ഇനി വരുന്നതായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും പോകുന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് പോകുന്നത്. അതിന് ഇപ്പം നമ്മളുള്ളത് SG പാളയിലാട്ടോ. SG പാളയിലെ വഴികളൊക്കെ നല്ല രസമാണ്. ഇത് കണ്ടോ, കാണിച്ചിടാ, വഴി കാണിച്ചു കൊടുത്തത് എങ്ങനെയുണ്ടത്. പോർട്രേറ്റ് ആയിട്ടല്ല, ലാൻഡ്സ്കേപ്പ് ആയിട്ട് തന്നെ. ഇതിങ്ങനെ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ വേണം നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ. ഇപ്പം എന്താണോ വലിയ വഴി ഇങ്ങനെ ചെറുതായി വന്ന അവസാനം നമ്മളൊരു വേറെ വഴിയിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ കണ്ണൂർ ഫുഡ് പോയിന്റിൻ്റെ ഒക്കെ വഴി. ആൻഡ് ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തും കേട്ടോ. പാളയിലുള്ള ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മളെപ്പോഴും വരാറില്ല കേട്ടോ. ചെയിൻ ക്ലീനിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ് മേടിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഞാൻ ഇവിടെയാണ് മിക്കവാറും വരാറുള്ളത്. സോ ഇവിടെയാണ് വന്നിട്ടുള്ളത്. വേറെ വർക്ക്ഷോപ്പിൽ ഞാൻ ആദ്യം പോയി, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പുള്ളി നല്ല അടിപൊളി പണിക്കാരാണോ, നല്ല അടിപൊളി വർക്കാണ്. പക്ഷേ പുള്ളി അവിടെ വന്നിട്ടില്ല. രാവിലെയാണ് പുള്ളി അപ്പോൾ വരാൻ ടൈം എടുക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അതിനനുസരിച്ച് ടൈമിൽ എനിക്കാണെങ്കിൽ ഇനി ജോലി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് തീർത്തിട്ട് വേണം പോകാൻ. കൊടുത്തിട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ചെറിയ സീനുകളിൽ അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് വയ്ക്കും, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടില്ല, പിന്നെ അത് വേറെ പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാനും സുമേഷും കൂടെ നമ്മുടെ SG പാളയിലുള്ള നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണോ. വർക്ക്ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡ് നമ്മുടെ സൂര്യോദയ അരുണോദയ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണോ. ഇതാണ് വർക്ക്ഷോപ്പ്, കുഞ്ഞു വർക്ക്ഷോപ്പാണ്. ഇതായിരിക്കുന്നത് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ SG പാളയിൽ ഇതുണ്ട്. പുതിയ ഷോപ്പാണോ അതോ പഴയ ഷോപ്പാണോ? കേരള മാർക്കറ്റിൽ നിന്നുകൊണ്ട് നല്ല ബ്രാൻഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളം എവിടെ SG പാളയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിനി കേരളം തന്നെയാണ്. SG പാളയ, തവരക്കര, മാരുതി നഗർ, മടിവാള, ഇതൊക്കെ മലയാളികളുടെ ഒരു ഹബ്ബ് തന്നെയാണ്. ഇവിടെയൊക്കെ ഫുൾ മലയാളീസാണ് കേട്ടോ. അപ്പോൾ ഷോപ്പുകളാണെങ്കിലും അത്യാവശ്യം എല്ലാ മലയാളീസിൻ്റെ ഓണർഷിപ്പിലുള്ള ഷോപ്പുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും കേരളത്തിലുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. ആൻഡ് ഗൈസ്, ഇതാണ് നമ്മുടെ ഡിലൈറ്റ് കേട്ടോ. ഡിലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിലൈറ്റാണ് നമ്മുടെ മെയിൻ ചായ സ്പോട്ടിലൊന്ന്. പള്ളി വരുമ്പോൾ ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ. നമ്മൾ സ്ഥിരം പോകാറില്ല. നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ ഇടവകപ്പള്ളി സെൻറ്റ് തോമസ്. ആൻഡ് ഇതാണ് നമ്മുടെ ഡിലൈറ്റ്. നല്ല അടിപൊളി കേരള ചായ കിട്ടുന്നത് നമ്മുടെ ഡിലൈറ്റ്. ഭയ്യ 2 ചായ. ഇത് കോഫിയാണോ? ചായ വേണ്ടേ? കോഫി ഉള്ളിക്കാണോ? ഓക്കെ, സോറി ഭയ്യ. ഉള്ളിക്കുള്ള കാപ്പിയായിരുന്നു കേട്ടോ. നമ്മുടെ ചായ തെറ്റിദ്ധരിച്ചു. അപ്പം നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മുടെ പരിപാടിയെല്ലാം തീർത്തു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ, വാട്ടർ സർവീസിന് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഈ പുള്ളിക്കാരൻ ഇത്രയും നാളായിട്ട് ഇവിടെ വാട്ടർ സർവീസും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു വാട്ടർ സർവീസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. ഒരു വർക്ക്ഷോപ്പ് ആകുമ്പോൾ എപ്പോഴും ഒരു വാട്ടർ സർവീസ് സ്റ്റേഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം വണ്ടിയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആളുകളും വണ്ടി ഒന്ന് കഴുകി വയ്ക്കാമെന്നും കൂടെ വിചാരിക്കും, ഒറ്റയടിക്കാൻ പണി തീർക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഫൈനലി പുള്ളി വാട്ടർ സർവീസ് സ്റ്റേഷനും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ. അത് കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ സർവീസ് സ്റ്റേഷൻ. ഇത് നമ്മുടെ SG പാളയം നമ്മുടെ ഇവിടെ ഈ പാർക്കുണ്ട്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡിലെ പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ അവിടെ ആയിട്ടാണോ നമ്മുടെ ഈ ഒരു വാട്ടർ സർവീസ് സ്റ്റേഷൻ വരുന്നത്. ആൻഡ് ഇവിടെ 150 റുപ്പീസേ വരുന്നുള്ളൂ ഒരു വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ തവരക്കര സൈഡിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ എല്ലായിടത്തും 180 ഒക്കെയാണ് നമ്മുടെ വണ്ടിക്ക് മേടിക്കുന്നത്. സോ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഇവിടെ 150 വരുന്നുള്ളൂ, ലാഭമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാട്ടർ സർവീസ് സ്റ്റേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ കേട്ടോ. നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ അടുത്തായിട്ട് SG പാളയ പാർക്കിൻ്റെ അടുത്തായിട്ട് നല്ലൊരു വാട്ടർ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. കുഞ്ഞിതാണ്, പക്ഷെ നല്ല രീതിക്ക് ചെയ്തു തരും. മറ്റന്മാരെ കൂടായിപ്പോൾ വലിയ സംഭവം ഫുള്ള് തിരക്കുമായിരിക്കും. അപ്പോൾ വണ്ടി വൃത്തിയായിട്ട് കഴുകി തരും കൂടിയില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സർവീസ് സ്റ്റേഷൻ. ആൻഡ് നമ്മുടെ വണ്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ വാട്ടർ സർവീസ് 150.
150. Washing with polish and വാഷിങ് പോളിഷ് എല്ലാം 150 റുപ്പീസ് അല്ലേ? അപ്പോൾ 150 റുപ്പീസിന് ഇത് ഒരു ലാഭം പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കൂട്ടി ബൈക്ക് എല്ലാം എന്ത് സെയിം പ്രൈസാ? സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് വലിയ വണ്ടിയാണ്, അപ്പോൾ റേറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ റേറ്റ് മേടിക്കും. മിക്ക സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ തുടക്കമായതുകൊണ്ടാണോ എന്ന് അറിയില്ല, എന്തായാലും റേറ്റ് കുറവാണ്. പക്ഷേ ലാഭം എവിടെയുണ്ടോ ആ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. അപ്പോൾ വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ ഇതൊരു നൈസ് സ്പോട്ടാണ് SG പാളയിൽ. നിങ്ങളുടെ പേര് എന്നാ ഭയ്യ? അബ്ദുൽ ഫയാസ്, തമിഴ്നാട്. എനിക്കും തമിഴ് തരും, അപ്പോൾ എളുപ്പമായി അത്. അപ്പോൾ ഗായ്സ് നമ്മുടെ വണ്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടി ഫുൾ പണിയും കഴിഞ്ഞ് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പോവാണോ. അപ്പോൾ നമ്മുടെ വാഷിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വാഷിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പം നമ്മളിത് കറന്റ് നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡിലൂടെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ എത്തി. ഞാൻ പറഞ്ഞ നമ്മുടെ വർക്ക്ഷോപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഈ കറക്റ്റ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ റോഡിന് നേരെ പാരലൽ ആയിട്ടുള്ള ബാക്ക് സൈഡിൽ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഗായ്സ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ക്രൗഡഡ് ഏരിയ. ഓവർ റേറ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഫുൾ മലയാളീസും കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എല്ലാ മലയാളീസിൻ്റെ അല്ല, എന്നാലും മെജോറിറ്റി കുറേ മലയാളി ഷോപ്പ് അത് ഇത് കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഏരിയ ആണ്. SG പാളയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാതിരിക്കാൻ തോന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നും. അതാണ് SG പാളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അടിപൊളിയാണ് മൊത്തത്തിൽ. നിങ്ങൾക്ക് എന്ത് വേണം എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ആൻഡ് നമ്മുടെ റൂട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് കയറി പോകണം. റൈറ്റ് കയറി ഈ വഴിക്ക് കയറിയാലാണ് നമുക്ക് തവരക്കര എത്താൻ പറ്റുക കേട്ടോ. ആൻഡ് നേരെ കാണുന്നതാണ് നമ്മുടെ കണ്ണൂർ ഫുഡ് പോയിന്റ് കേട്ടോ. ഞങ്ങളൊരു സമയത്ത് ഇവിടെ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാനും കാര്യങ്ങളെല്ലാം. പിന്നെ ഒരുപാട് മന്തി ഷോപ്പുകളുടെ കോമ്പറ്റീഷൻ വന്നതോടെ കണ്ണൂർ ഫുഡ് പോയിന്റ് ഒരു വലിയ അടിയായി. അങ്ങനെ ഞങ്ങളും കണ്ണൂർ ഫുഡ് പോയിന്റിൽ നിന്ന് മന്തി കഴിക്കൽ നിർത്തി. ഞങ്ങൾ ഒരുപാട് വേറെ അടിപൊളി മന്തി ഷോപ്പുകളൊന്നും അങ്ങോട്ട് ചാടിയിട്ടോ. മെയിനായിട്ട് മന്തി കഴിക്കാനൊക്കെ ആയിരുന്നു നമ്മൾ കണ്ണൂർ പോയിക്കൊണ്ടിരുന്നത്. കണ്ണൂർ ഭയങ്കര ക്രൗഡഡാണ്, ഓവർ റേറ്റഡ് ആണെന്ന് എനിക്ക് ചില നേരത്ത് തോന്നാറുണ്ട്. ചെറിയ റോഡായതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇതുപോലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണോ. ഇവന്മാർ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞ സാധനം ആരും ചെയ്യത്തില്ല, എല്ലാവർക്കും ആദ്യം പോകണം. അതാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം. ആൻഡ് ഗായ്സ് നമ്മളിത് നേരെ ചെല്ലുന്നത് നമ്മുടെ തവരക്കര റോഡിലേക്കാണോ. ഈ വർക്ക്ഷോപ്പിലായിരുന്നു നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു വർക്ക്. ഇവിടുത്തെ പുള്ളി നല്ല അടിപൊളിയാട്ടോ, നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് ചെയ്യാതിരുന്നത്. ആൻഡ് ഗായ്സ് ഇവിടെ നല്ലൊരു കഫേ ഉണ്ട് കേട്ടോ. ഇത് മിത്തോ കഫേ, നല്ല കഫേയാണ്. അവിടെ നല്ല ഫുഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഇത് നമ്മുടെ ബാലപങ്കജ്, ഇവിടെ ഇത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല കേരള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ ഇതാ തവരക്കര റോഡിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഈ റോഡ് തവരക്കരയിൽ നിന്ന് നമ്മുടെ മടിവാള സെന്റ് ജോൺസിലേക്ക് പോണ വഴിയാണ് കേട്ടോ. പൊതുവെ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നവരുടെ എല്ലാം വിചാരം ഇതൊരു 1 വേ റോഡാണെന്നാണ്. 1 വേ ആണ്, പക്ഷേ അതൊരു സ്ഥലം ഒരു പ്രത്യേക സ്പോട്ടിൽ എത്തിയതിന് ശേഷം മാത്രം അങ്ങോട്ടാണ് ഇത് 1 വേ ആകുള്ളൂ. ഇതാണ് കണ്ടോ സെന്റ് ജോൺസ് വുഡ്സ്. ഇത് ഈ ഭാഗം ഒന്നും 1 വേ അല്ല. എല്ലാവരുടെയും ധാരണ ഇത് 1 വേ ആണെന്ന് വെച്ചിട്ട് എല്ലാവരും ഈ വഴിക്ക് കയറി നമ്മളെ തെറി പറയും. ഇത് 1 വേ അല്ല. ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് ലെഫ്റ്റ് ഉണ്ട്, ആ റോഡ് വരെ ഇത് 2 വേ തന്നെയാണ്. അത് കഴിഞ്ഞാലാണ് അത് 1 വേ ആവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കാണ് 1 വേ. അപ്പം നമുക്ക് പോകേണ്ടത് ഈ അമ്പലത്തിൻ്റെ ഈ ഒരു കവാടമൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഉള്ളോട്ട് പോകാൻ. എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു റോഡ്. എന്ത് രസമാണ് നിങ്ങൾ നോക്കിയാൽ. ഭയങ്കര ക്ലീനാണ്, ഭയങ്കര നീറ്റാണ്, പീസാണ്. നമുക്ക് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ നടക്കാനൊക്കെ അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഭയങ്കര സമാധാനമുള്ളൊരു ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റേ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ഒരു കാട് പിടിച്ച ഏരിയ ആണ് കേട്ടോ. ഫുള്ള് മരങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. നോർമലി നമുക്കിവിടെ മിസ് ചെയ്യുന്ന ഒരു സാധനം മരങ്ങളും അതും ഇതൊക്കെ ആവും. ആൻഡ് ഈ ഏരിയയിൽ ഫുൾ മരങ്ങളാണ് കേട്ടോ. മരങ്ങൾക്ക് ഒരു കുറവും കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇത്രയും ഭാഗം നല്ല അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു ഹമ്പ് കഴിഞ്ഞ് അപ്പുറം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫ്ലാറ്റ് കാര്യങ്ങൾ, അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുടിവെള്ളം എടുക്കാൻ വരുന്നത് ഇവിടെയാണോ. ഇവിടെ നിന്നാണ് നമുക്ക് കുടിവെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക. 5 രൂപയ്ക്ക് എടുക്കാം കേട്ടോ. ആൻഡ് ഈ വഴി കേട്ടോ, ഈ വഴിക്ക് നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് സെന്റ് ജോൺസിൻ്റെ അവിടേക്ക് കയറാനുള്ള ഷോർട്ട് കട്ടാട്ടോ. ആ ഗ്രീൻ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ അറിയാത്തവർക്കുണ്ട് ന്യൂ നോളേജ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ബാംഗ്ലൂർ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ.
എന്തായാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോസും ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്രിസ്മസിൻ്റെ വീഡിയോസ് എല്ലാം വരാൻ കിടക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മുടെ ബാംഗ്ലൂർ അച്ചായനിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.